ഹായ് എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. സോ നമ്മൾ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ സിമിലർ ആയിട്ട് ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളുടെ ഒളിമ്പ്യാഡ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസ് നടത്താറുണ്ട്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമാണ് നാഷണൽ ലെവൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. സോ അതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത മന്ത്സിലേക്കാണ് അതൊക്കെ വരാൻ പോകുന്നത്. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് നമ്മളുടെ NSTSC അല്ലെങ്കിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റി അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം ഇതുപോലുള്ള എക്സാംസിന് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസസും ക്യാഷ് അവാർഡ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മളുടെ NSTSC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which helps students improve their overall learning ability and educational performance. സോ നമ്മളുടെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ പോലെ തന്നെ നമ്മളുടെ ഒരു ലേണിംഗ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അക്കാഡമിക്കിന് പുറമേയുള്ള പെർഫോമൻസ് കാണിക്കാനുള്ള ഒരു എക്സാം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ യൂണിഫൈഡ് കൗൺസിൽ. സോ യൂണിഫൈഡ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് നടത്തുന്നത്. ഇവർ ഇതിന് പുറമെ മറ്റ് ഒളിമ്പ്യാഡ് എക്സാംസും നടത്താറുണ്ട്. സോ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മളുടെ NSTSC എന്നുള്ളത്. ആൻഡ് ഒരു 1 crore plus സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, സോ ഫാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളും നോക്കാം. സോ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആരൊക്കെയാണ്? നമ്മളുടെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലുള്ള എല്ലാ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനും എന്ത് ചെയ്യാം, നമ്മളുടെ NSTSC എഴുതാം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഇന്ത്യൻ സ്കൂൾ സിസ്റ്റത്തിൽ പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NSTSCക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാം ഷെഡ്യൂൾ, അതായത് നമ്മൾ NSTSC ഓഫ്ലൈൻ എക്സാംസ് സ്കൂളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഓൺലൈൻ എക്സാംസ് വരുന്നത് ഡേറ്റ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് മോക്ക് എക്സാം, നിങ്ങളുടെ ഫസ്റ്റ് മോക്ക് എക്സാം വരുന്നത് January 26 ആണ്. നമുക്ക് 1 month പ്ലസ് ഡേയ്സ് ഉണ്ട്. ആൻഡ് നമ്മുടെ ഫൈനൽ എക്സാം വരുന്നത് February 2, 2025 സൺഡേ ആണ്. അതായത് February 2 ആണ് ഓൺലൈൻ ആയിട്ടുള്ള NSTSC എക്സാം നടക്കുന്നത്. എല്ലാ ക്ലാസ്സിനും നടക്കുന്നത് ആ ഒരു ഡേറ്റിനാണ്. ആൻഡ് റിസൾട്ട്സ് വരുന്നത് ഒരു 45 days, അതായത് ഒരു 1.5 months കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് എക്സാം ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 354 rupees ഇൻക്ലൂഡിങ് GST ആണ്. സോ ഇവരുടെ എക്സാം നിങ്ങൾക്ക് 2-3 നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ എന്താണ് 2-3 എമൗണ്ട് നിങ്ങൾക്ക് പേ ആയിട്ട് കാണാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എക്സാം ഫീയും പിന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് റിപ്പോർട്ട്, പിന്നെ അഡീഷണൽ ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, 2 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ അത് ബുക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവർ തരുന്നുണ്ട്. സോ നിങ്ങൾ അധികം എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ഇയേഴ്സിലെ പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ കാണാം. സോ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന എമൗണ്ട് 354 rupees ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു നാഷണൽ ലെവലായിട്ട് അല്ലെങ്കിൽ ടോപ്പ് റാങ്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു 20,000 പ്ലസ് പിന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ്സും അല്ലെങ്കിൽ ക്യാഷ് അവാർഡ്സും പ്രൈസസും ഒക്കെ വരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മുടെ എക്സാം പാറ്റേൺ നോക്കിയാൽ 1 hour ആണ് എക്സാം. ക്ലാസ് 1 to class 10 എല്ലാ ക്ലാസ്സിലെ സ്റ്റുഡൻസിനും 1 hour ആണ് എക്സാം ഉള്ളത്. ക്ലാസ് 1ലെ സ്റ്റുഡൻസിന് 40 questions 40 marks, അതായത് ഓരോ ക്വസ്റ്റിനും 1 mark വെച്ചിട്ടാണുള്ളത്. ദെൻ ക്ലാസ് 2ന് 50 questions ആണ്. ക്ലാസ് 3 to class 10ന് 60 ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മീൻസ് 60 minute ആണ് നമുക്കുള്ളത്. ഓരോ മിനിറ്റും ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 60 questions in 1 hour ആണ് ക്ലാസ് 3 to class 10 വരുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ ഡിവിഷൻ ഓഫ് മാർക്സ് ഇൻ ദീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കിയാൽ ക്ലാസ് 1ന് മാത്സും ജനറൽ സയൻസും ആണ്. നമ്മൾ പറഞ്ഞു 40 questions ആണ്. സോ മാത്സ് 15 ആൻഡ് ജനറൽ സയൻസ് 25 ആണ്. ക്ലാസ് 2ന് 50 questions ആണ്. സോ 20 മാത്സ് 30 ജനറൽ സയൻസ്. ദെൻ ക്ലാസ് 3 to 5ന് മാത്സ് ജനറൽ സയൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് വരുന്നത്. അതിൽ മോസ്റ്റ്ലി 25 and 30 മാത്സും ജനറൽ സയൻസും ആണ് വരുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ എബിലിറ്റി ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഒരു 5 questions വരുന്നത്. ഇനി 6 to 10ന് വേറൊരു പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം മാത്സ് 25 സിമിലർ പാറ്റേൺ ആണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 10 ഈച്ച് ആണ്. ഇപ്പോൾ നമ്മുടെ 6 to 8 ക്ലാസ്സുള്ളവരൊന്നും അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. ബേസിക് സയൻസ് എന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സ്റ്റിൽ നമ്മുടെ ജനറൽ സയൻസ് അല്ലെങ്കിൽ ബേസിക് സയൻസിൽ നിന്ന് ഫിസിക്സിൽ 10, കെമിസ്ട്രിയിൽ 10, ബയോളജിയിൽ 10 questions ആണ്. ദെൻ ഇവിടെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ഒരു 5 questions ഉണ്ട്. ടോട്ടൽ ഒരു 60 questions ആണ് ഈ ബാച്ചിന് വരുന്നത്.
ദെൻ നമ്മുടെ സിലബസ് നോക്കിയാലോ, നമുക്കറിയാം എല്ലാ സിലബസിലുള്ള സ്റ്റുഡൻസിനും എക്സാംസ് എഴുതാൻ പറ്റും. സോ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഉണ്ടാവുക. ബട്ട് ബേസിക് ആയിട്ട് ഇവർ പറഞ്ഞത് NSTSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റുഡൻസ് ഫോളോയിങ് CBSE, ICSE, ISC ആൻഡ് വേരിയസ് അതർ സ്റ്റേറ്റ് ബോർഡ് സിലബൈ. സോ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സിലബസ് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ഒരു 80-90% ക്വസ്റ്റ്യൻസ് വരുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ എന്തായാലും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്തായാലും അവർ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ് അവാർഡ്സ്. സോ ഈ ഒരു എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസസും കാര്യങ്ങളാണുള്ളത്. സോ ദ ടോപ്പ് റാങ്കർ ആൻഡ് ദ നെക്സ്റ്റ് 2 റാങ്കേഴ്സ്, അതായത് നമ്മളുടെ ഫസ്റ്റ് 3 റാങ്കിൽ വരുന്ന ഇൻ ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് 3 റാങ്ക് വരുന്നവർക്ക് ആർ അവാർഡഡ് 20,000 rupees ആൻഡ് എ ടാബ്ലറ്റ് PC റെസ്പെക്റ്റീവ്ലി. സോ നമ്മുടെ ടോപ്പ് 3 നാഷണൽ ലെവലിൽ നിങ്ങൾ ടോപ്പ് 3 റാങ്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്, പ്ലസ് ഒരു ടാബ്ലറ്റ് PCയും കൂടെ നിങ്ങൾക്ക് എന്താണ് തരുന്നതായിരിക്കും. പ്ലസ് ഇവരുടെ ഒളിമ്പ്യാഡ് കോച്ച് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ, അതായത് യൂണിഫൈഡ് കൗൺസിൽ ഒരുപാട് എക്സാംസിന് ക്ലാസ്സുകളും കോച്ചിങ്ങും എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും പ്ലസ് നിങ്ങൾക്ക് ഒരു ക്യാഷ് പ്രൈസ് ഒരു ടാബ്ലറ്റ് PC ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പ് 3 റാങ്ക് വന്നാലുള്ളത്. പിന്നെ റാങ്ക് 4 to 10 ഒരു 2,000 rupees ക്യാഷ് പ്രൈസും പിന്നെ അവരുടെ ഒരു ഒളിമ്പ്യാഡ് കോച്ചിങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണുള്ളത്. ബട്ട് സ്റ്റിൽ എന്താണ് നമുക്ക് താഴെയുള്ള 11 to 25 പ്ലസ് 26 to 50 ആദ്യത്തെ 50 റാങ്കുകളുള്ളവർക്കും എന്താണ് പ്രൈസസ് ഉണ്ട്. സോ അവരുടെ മറ്റു കോഴ്സുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രൈസ് വരുന്നത്. ആൻഡ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ് ആർ ഓഫേർഡ് ടു ഓൾ സ്റ്റുഡൻസ്. എല്ലാവർക്കും എന്താണ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റ് പ്രൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസസ് ഫോർ സോൺ, ഓരോ സോണിലുള്ള ടോപ്പേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസസ് ഉണ്ട്. അതുപോലെ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് ഒരു 100% 91 to 100% മാർക്സ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്കോളേഴ്സ്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ബ്രില്യൻസ്, ഇങ്ങനെ 3 സർട്ടിഫിക്കേഷനും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ നമുക്കറിയാം പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒളിമ്പ്യാഡ് ലെവലിലുള്ള എക്സാംസുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ നല്ലൊരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പോലെ ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ IOQM അല്ലെങ്കിൽ NSC JS പോലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാംസിന് പുറമെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് ഇതുപോലുള്ള എക്സാംസ്. സോ മറ്റ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും നമ്മളുടെ X&Y ഒളിമ്പ്യാഡ്സിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കാം. പ്ലസ് നമ്മുടെ വാട്സപ്പ് ആൻഡ് യൂട്യൂബ് കമ്മ്യൂണിറ്റി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എപ്പോഴാണ് എക്സാംസ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ടൈം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാനായിരിക്കും. സോ ചെക്ക് ഔട്ട് ദ ചാനൽ.